ഹലോ, ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലുള്ള ഫാൻറ്റസി വേൾഡ് കാണാൻ വേണ്ടിയാണ്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു 8 മണിയൊക്കെ ആയി, 9 മണി വരെ ആയിരുന്നു. ഇത് തുടങ്ങിയിട്ട് ഏപ്രിൽ 4 തുടങ്ങിയത്, മെയ് 4 ആവാറായി. ഞാനിപ്പോഴാണ് ഇത് അറിഞ്ഞത്. അവിടെ ചെന്ന് തന്നെ ഫസ്റ്റ് തന്നെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 100 രൂപയാണ്. 5 വയസ്സ് മുകളിലുള്ള എല്ലാവർക്കും മസ്റ്റായിട്ട് ഒരാൾക്ക് 100 രൂപയുടെ ടിക്കറ്റ് എടുക്കേണ്ടതാണ്. രാത്രിയായ കാരണം ലൈറ്റിങ്ങും എല്ലാമായിട്ട് നല്ല രസമുണ്ടായി. ഫെയറി ലാൻഡ് പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഫസ്റ്റ് തന്നെ അവിടെ കയറുമ്പോൾ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ എക്സോട്ടിക് പെറ്റ് സൂ ആണ്. ഈ എക്സോട്ടിക് പെറ്റ് സൂയിൽ നമ്മൾക്ക് കുറേ ഇഗ്വാനാസിനെ കാണാം, സ്നേക്സിനെ കാണാം, ബേഡ്സിനെ കാണാം, അരയന്നം, വലിയ ആമ, ഇതെല്ലാം ഉണ്ട്. അതുമാത്രമല്ല, നമുക്ക് അവരുടെ അടുത്ത് പോയി ഫോട്ടോ എടുക്കാം, റീൽസ് എടുക്കാം. മീനുകളിലൊക്കെ അടുത്ത് എന്തിന് സ്നേക്സും ഇഗ്വാനസിനൊക്കെ നമുക്ക് കയ്യിൽ വരെ എടുക്കാൻ പറ്റും. പക്ഷേ ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും ഇരുട്ടായ കാരണം എനിക്ക് തോന്നുന്നു എല്ലാവരും നല്ല കാലത്ത് മുതലുള്ള വർക്കിംഗ് അല്ലേ. ഇഗ്വാനസൊക്കെ എല്ലാവരും കുറേ ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആരെയും ശല്യപ്പെടുത്താൻ നിന്നില്ല. പതുക്കെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അവരെ ശല്യപ്പെടുത്താൻ പാടില്ലല്ലോ. എല്ലാവരും നല്ലപോലെ റെസ്റ്റ് എടുക്കുമായിരുന്നു. കുറേ ഉണ്ടായി. കൂട്ടിൽ നിറച്ച് ഇഗ്വാനാസ് ആയിരുന്നു. അത് കാണാൻ തന്നെ നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു. ചെറുതായിട്ട് പേടിയാവണുണ്ടായിരുന്നു കേട്ടോ കാണാൻ. എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് ഇനി കറങ്ങിയൊക്കെ വരാം. അവിടെ ഒരു കുഞ്ഞി പോണ്ട് പോലെ ആക്കിയിട്ട് അതിൽ മീനുകളൊക്കെ ഇങ്ങനെ നീന്തി തുടിക്കുന്നുണ്ടായി. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അവിടെ കുറേ പേരൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് കുട്ടികളും ഒക്കെ റീൽസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞാനും ചെറുതായിട്ട് മീനുകളിലൊക്കെ ഒന്ന് പിടിക്കാനൊക്കെ ഒന്ന് നോക്കി. നമ്മൾ കൈ ഇടുമ്പോഴേക്കും എല്ലാവരും കൂടി അടുത്ത് ഇങ്ങനെ വരുമായിരുന്നു. മോനെ ഒന്ന് ഇരുത്താൻ നോക്കി, പക്ഷേ അവൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇതായില്ല. അവൻ പെട്ടെന്ന് കണ്ടപ്പോൾ ദൂരെ നിന്ന് കാണാൻ അവന് ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ. അടുത്ത് വന്നപ്പോഴേക്കും ആളൊന്ന് പേടിച്ചു പോയി. അങ്ങനെ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് സെക്ഷനിലേക്ക് പോണത് ജംഗിൾ ഫോറസ്റ്റിലേക്കാണ്. അവിടെ ഒരുപാട് തരം കിളികളുണ്ട്, ഇഗ്വാനാസ് ഉണ്ട്, സ്നേക്സ് ഉണ്ട്. കിളികളൊക്കെ ഇങ്ങനെ ബ്രാഞ്ചസിലൊക്കെ ഇങ്ങനെ ഇരിക്കണതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. പല വെറൈറ്റീസ് ഓഫ് ഈ ലവ് ബേർഡ്സും തത്തമ്മകളും ഒക്കെ നല്ല രസമായിരുന്നു. പലതരം പ്രാവുകളും ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ എല്ലാവരും നല്ല ഉറക്കക്ഷീണത്തിലായിരുന്നു. എന്നാലും കാണാനൊരു നല്ലൊരു രസം തന്നെയായിരുന്നു കേട്ടോ. അവിടുത്തെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾക്കവിടെ ആനിമൽസിനെയും ബേർഡ്സിനെയും ഒക്കെ നമ്മളുടെ കയ്യിൽ തരും. ഒരു ഹൈലൈറ്റ് തന്നെയായിരുന്നു അവിടുത്തെ. ഒരാൾക്ക് 100 രൂപയാണ്. 3 ടൈപ്പ് എന്തെങ്കിലും എടുക്കാം നമുക്ക്. ഇപ്പോൾ ഞങ്ങൾ എടുത്തത് ഒരു പാരറ്റിനെയും ഒരു സ്നേക്കിനെയും ഒരു ഇഗ്വാനിനെയാണ്. ഒരാൾ തന്നെ എടുക്കണം. നമ്മൾക്ക് ഒരു ഫാമിലിയിൽ ഷെയർ ചെയ്തൊന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളാരും ആ ധൈര്യം കാട്ടിയില്ല. ചേട്ടനാണ് അത് ചെയ്തത്. ആൾക്ക് വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. മോന് ഭയങ്കര വാശിയായിരുന്നു. ആളുടെ അടുത്തേക്ക് പോകണം. ഇനി തത്തമ്മ ആളുടെ മേത്തിരിക്കണമായിരുന്നു. കുശുമ്പ് കയറിയിട്ടാണോ എന്ന് അറിഞ്ഞൂടാ.
അവസാനം അവനെ എടുത്ത് പുള്ളി എല്ലാം ചെയ്തു. അവന് തത്തമ്മനെ ഭയങ്കര ഇഷ്ടമായി. തത്തമ്മയുടെ വായിലൊക്കെ ഇട്ട് കൈയിടയത്. ഞങ്ങൾക്ക് പേടിയായിട്ട് പാടുണ്ടായില്ല. പക്ഷെ ആ തത്തമ്മ ഒന്നും ചെയ്തുമില്ല കേട്ടാ, ഇങ്ങനെ ഇരിക്കുകയായിരുന്നു നല്ല ഇതായിട്ട്. അത് കഴിഞ്ഞിട്ടുണ്ടടാ മെയിൻ സാധനം പാമ്പിനെ. സത്യം പറഞ്ഞാൽ ചേട്ടന് പാമ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. പാ എന്ന് കേൾക്കുമ്പോഴേക്കും ഓടണ ആളാണ്. പക്ഷേ കുഴപ്പമുണ്ടായില്ല എന്നാണ് പറയണത്. മീൻസ് വെറുതെ കയ്യിലിങ്ങനെ വെച്ചല്ലേ ഉള്ളൂ. ചിലവരൊക്കെ ഇത് കഴുത്തിലൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ മോനുണ്ടായ കാരണം അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്തില്ല. മൂത്ത മോനെ വിളിച്ചിട്ട് അവൻ പേടിച്ചൊരു കണക്കിനാണ് അടുത്ത് വന്നിരുന്നത്. അത് കഴിഞ്ഞ് അവൻ വേഗം ഓടിപ്പോയി അവിടെ നിന്ന്. എന്നാലും ആൾ പറഞ്ഞ് പ്രത്യേകിച്ചൊന്നും കണ്ടോ, ചെറിയ മോൻ കൈ ഇങ്ങനെ കാട്ടുമായിരുന്നു, അവന് കൊടുക്ക് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെയാണ് ഇഗ്വാന. അതെനിക്ക് കണ്ടിട്ട് എനിക്ക് എന്തോ പോലെ എനിക്ക് അറക്കണ പോലെ തോന്നുമായിരുന്നു. സത്യം പറയാലോ, അതിൻ്റെ സ്കിന്നും എല്ലാനും ഇങ്ങനെ മുള്ളായിട്ട്, അതും അതെ വളരെ ഡീസൻ്റായിട്ട് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഇരുന്ന് തന്നു. അങ്ങനെ അതെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തു. ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. ഒരു പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നല്ല രസമായിരുന്നു അത് കാണാനും. ഞങ്ങളപ്പോൾ കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് മാറിയിട്ട് ഞങ്ങൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് കടന്നു. അങ്ങനെ മൂന്നാമത്തെ സെക്ഷൻ നമ്മൾ കിടക്കുന്നത് ഡിസ്നി വേൾഡിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് ഡിസ്നി ക്യാരക്ടേഴ്സ് ഉണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. എനിക്ക് തോന്നുന്നു എസ്പെഷ്യലി പെൺകുട്ടികൾക്ക് ഡിസ്നി വേൾഡ് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കുള്ളൂ. നമ്മളവിടെ ചെല്ലുമ്പോഴേക്കും മിക്കി മൗസും അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സായി അവിടെ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ നമ്മളുടെ അടുത്ത് വന്ന് അവരുടെ കൂടെ ഡാൻസ് കളിക്കാം, ഫോട്ടോസ് എടുക്കാം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും അത്. ഞങ്ങളുടെ ചെറുതിന് പക്ഷേ അത് കണ്ടിട്ട് നാണായിട്ട് പാടുണ്ടായിരുന്നില്ല. അവർ ഡാൻസ് കളിക്കുന്ന കാണുമ്പോൾ ചിരിക്കണൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവൻ അച്ഛൻ്റെ മേത്തൊന്നും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഇരുന്ന് ചിരിച്ചിങ്ങനെ എൻജോയ് ചെയ്തു. അവിടെയും കുട്ടികൾക്ക് കുറേ ഫോട്ടോസും കുറേ വീഡിയോസൊക്കെ എടുക്കാം. നല്ല രസമാണ്. ലൈറ്റിങ് ഒക്കെ ആയിട്ട് എല്ലാം തെർമോക്കോൾ കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കണത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. മോൻ പക്ഷേ ഒന്നിനും ഇറങ്ങണുണ്ടായിരുന്നില്ല. ഒക്കെ തന്നെ കയറിയിരുന്ന എല്ലാവരും ഇങ്ങനെ കാണുമായിരുന്നു. കുറേയൊക്കെ ഞങ്ങളിങ്ങനെ കണ്ടു. ലൈറ്റിങ്ങൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഞങ്ങൾ ഈ വൈകുന്നേരം ടൈമിൽ പോയ കാരണം തിക്കും തിരക്കും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സ്വസ്ഥമായിട്ട് ഓരോന്നോരോന്ന് ഞങ്ങൾക്ക് കാണാൻ പറ്റി. അങ്ങനെ ഡിസ്നി ലാൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സെക്ഷൻ കിടക്കണമെന്ന് വെച്ചാൽ ഫോട്ടോ സെക്ഷൻ്റെ ആണ്. അവിടെ ഒരുപാട് ഫോട്ടോ പോയിൻറ്റ്സ് ഉണ്ട്. നമ്മൾക്ക് ഇങ്ങനെ കപ്പിൾസ് ആയാലും കുട്ടികളായാലും ഒക്കെ ഒരുപാട് നല്ല നല്ല രീതിയിൽ ലൈറ്റ് ഉള്ളതും ലൈറ്റ് ഇല്ലാത്തതൊക്കെ ആയിട്ട് ഫോട്ടോ പോയിൻറ്റ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ആവശ്യം പോലെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. അവനിതിലാകെ ഇഷ്ടമായത് ഈ ബട്ടർഫ്ലൈൻ്റെ ഇതാണ്. എനിക്ക് തോന്നുന്നു ഈ ലൈറ്റൊക്കെ കണ്ടിട്ടായിരുന്നു എന്ന് തോന്നുന്നു. അവിടെ നിന്ന് ഞങ്ങളും അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ ചെറുപറ എടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കയറി ചെല്ലുന്നത് സ്റ്റാളുകളുടെ ഏരിയസാണ്. കുറേ സ്റ്റാളുകളുണ്ട്. ഫർണിച്ചറുണ്ട്, അതേപോലെ കോഴിക്കോടൻ അലുവകളും പലതരം അലുവകളും ഈ മിക്സ്ചേഴ്സ് ഒരേ വറവുകളൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കണൊക്കെ തന്നെ കാണാൻ നല്ല രസമാട്ടോ. ഇത് പപ്പടം പോലെ വറക്കണേ പല സാധനങ്ങളുണ്ടെന്നാണ് അവർ പറയുന്നത്. കുമ്പളങ്ങ, ക്യാരറ്റ്, അങ്ങനെ കളറാണോ എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. കാണാൻ നല്ല, ഞങ്ങളൊന്നും വാങ്ങിയൊന്നുമില്ല. ഒക്കെ കണ്ടിങ്ങനെ പോരാൻ നല്ല രസമായിരുന്നു. പിന്നെ കുട്ടികൾക്ക് പനങ്കൽക്കണ്ടം, ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് പനങ്കൽക്കണ്ടമൊക്കെ വാങ്ങിയിട്ടോ. അതൊക്കെ വാങ്ങി കണ്ടു നിൽക്കാൻ പലതരം സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് നമുക്ക് കണ്ടുവരാം. പിന്നെ വരുന്നത് അച്ചാറുകളുടെ വെറൈറ്റിയാണ്. എൻ്റെ അമ്മ എന്തോരം തരമായിരുന്നു. എരിവും പുളിയും ഇതെല്ലാം മിക്സ് ചെയ്തതും ഒക്കെ നല്ല പലതരം. ആന്ധ്ര, കൽക്കട്ട, ബോംബെ, നമ്മളുടെ കേരളീയ അച്ചാർ മാത്രം അല്ല, അത് കൂടാണ്ട് കൂടുതൽ നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ആയിരുന്നു കേട്ടോ. നല്ല വെറൈറ്റി എന്ന് പറഞ്ഞാൽ എന്തോരം വെറൈറ്റി ആയിരുന്നു. കുഞ്ഞ് മാങ്ങയുടെ അടക്കം, അധികവും മാങ്ങടി ആയിരുന്നു കൂടുതലും. ബാക്കിയൊക്കെ പിന്നെ വെളുത്തുള്ളി, പിന്നെ മിക്സഡ് ഫ്രൂട്ട്സ്, ഈന്തപ്പഴം, അങ്ങനെ പല വെറൈറ്റി. ഞങ്ങളും കുറേ ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി. ഒരു 2 എണ്ണം വാങ്ങിച്ചാൽ ഇതൊക്കെ ഭയങ്കര പൊളിയായിരുന്നു കേട്ടോ. ചിലത് നല്ല എരിവും. പക്ഷേ
എന്തൊക്കെ പറഞ്ഞാലും നല്ല ചിലതൊക്കെ ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി, മധുരം എരിവും പുളിയും എല്ലാം ഉണ്ട്, ഡേറ്റ്സും അങ്ങനെ. പിന്നെ മിക്സഡ് കട്ട് ഫ്രൂട്ട്സിൻ്റെ ഉണ്ടായി, കട്ട് വെജിറ്റബിൾസിൻ്റെ ഉണ്ടായി. എന്തോരം തരമായിരുന്നോ, ആൾക്കാരൊക്കെ നോക്കി വാങ്ങണമുണ്ടായിരുന്നു. അപ്പം ഞങ്ങളും അതിൽ നിന്ന് വാങ്ങി. ചിലതൊക്കെ ഭയങ്കര എരിവായിരുന്നു കേട്ടോ, എന്നാലും കൊള്ളായിരുന്നു. എനിക്കിങ്ങനെ അച്ചാറുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അത് കാണാനും ഒക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അച്ചാറൊക്കെ വാങ്ങി ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് പോയി. അവിടെ ഒരുപാട് സ്റ്റോളുകളുണ്ടായി, സാരികളുടെ, ബെഡ്ഷീറ്റുകളുടെ, പാത്രങ്ങളുടെ എന്ന് വേണ്ട എന്തൊക്കെ, ഉപ്പ് തുടങ്ങി കർപ്പൂരം വരെ എന്ന് പറഞ്ഞോണ പോലെയായിരുന്നു. വളങ്ങളുടെ ഒക്കെ ഉണ്ടായിരുന്നു, വളങ്ങളുടെ. പിന്നെ അതേപോലെ എന്താ പറയുക, കണ്ടില്ലേ, എല്ലാത്തരം വിത്തുകളും, ഒരുപാട് തരം വിത്തുകളുണ്ട്. പക്ഷേ ക്വാണ്ടിറ്റി അനുസരിച്ചാണ്. 10, 20, 30, 50 രൂപയുടെ വരെയും വിത്തുകളുടെ കിറ്റുകളുണ്ട്. അവിടെ കുറേ തരം പൊട്ടുകളും ഒക്കെ ഡിഫറെൻറ്റ് വെറൈറ്റി ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ, ഇങ്ങനെ നിരനിരന്നായിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അതേപോലെ പലതരം കമ്മലുകളും. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് താലപ്പൊലിക്കാവൊക്കെയാണ് ഓർമ്മ വന്നത്. ഞങ്ങളുടെ കൊടുങ്ങല്ലൂർ താലപ്പൊലിക്കാവൊക്കെ വന്നാൽ നമ്മൾ ഇതുപോലെ വാങ്ങിച്ചില്ലെങ്കിലും ഇങ്ങനെ നോക്കി നടക്കാൻ തന്നെ എന്ത് രസം. കുറേ കമ്മലുകളും പഴയ കാര്യങ്ങളൊക്കെ ഓരോന്നിങ്ങനെ ഓർമ്മ വന്നു. നല്ല രസമായിരുന്നു കേട്ടോ എല്ലാം ഇങ്ങനെ കണ്ടിങ്ങനെ നടക്കാനൊക്കെ. ഈ ഉത്സവപ്പറമ്പിലൊക്കെ കിട്ടുന്ന പോലത്തെ എല്ലാത്തരം മിഠായികളും എല്ലാനും ഉണ്ടായിരുന്നു. നമ്മൾ പള്ളിപ്പെരുന്നാളുകളിലൊക്കെ പോകുമ്പോൾ ഈ വായയിൽ വെക്കുമ്പോൾ കളറാവണ മിഠായികളും അങ്ങനത്തെ ഒക്കെ ഒരുപാട് ഇതൊക്കെ ഉണ്ടായിരുന്നു അവിടെ. കളിപ്പാട്ടക്കടകളും ഒരുപാടുണ്ടായി. ഞങ്ങളപ്പോൾ ചെറുതിനെ കൊണ്ടുപോയിട്ട് അവനൊരു ചെറിയ കാറ് വാങ്ങിച്ചു കൊടുത്തു. അവന് കാറ് മതി, കാറിൻ്റെ ആളാണ്, വീട്ടിൽ കണ്ടമാനമുണ്ട്. പക്ഷേ ഇത്രയൊക്കെ കണ്ടിട്ടും അവൻ അത് വേണം ഇത് വേണം എന്നുള്ള വാശിയൊന്നും കാട്ടിയില്ല. ഒരു കാറ് കണ്ടു, അത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങോട്ട് വാങ്ങിച്ചു കൊടുത്തു. കുട്ടികൾക്കായിരുന്നില്ല, സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് എൻ്റെ പഴയ കാലം ഓർമ്മ വരുമായിരുന്നു. എൻ്റെ അമ്മ പറയുമായിരുന്നു, ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ കടകളിലൊക്കെ കൊണ്ടുപോയി അവിടെ കിടന്ന് ഉരുളുമായിരുന്നു അത്ര, കട മൊത്തം വേണമെന്ന് പറഞ്ഞിട്ട്. ഭാഗ്യത്തിന് അങ്ങനത്തെ പ്രശ്നമൊന്നും എൻ്റെ മക്കളിലില്ല. കുറേ ചൈന പാത്രങ്ങളുടെയും അതേപോലെ പളുങ്ക് പാത്രങ്ങളുടെയും ഒക്കെ സ്റ്റാളുകളുണ്ടായി. അഫോർഡബിൾ റേറ്റ്സ് ആയിരുന്നു ഒക്കെ. ഞങ്ങളെല്ലാവരും കണ്ടിങ്ങനെ പോകുന്നുള്ളൂ കേട്ടോ. പിന്നെ ഉത്സവപ്പറമ്പിലൊക്കെ കാണുന്ന പോലെ ഏതെടുത്താലും 30, ഏതെടുത്താലും 10, ഏതെടുത്താലും 20, അങ്ങനത്തെ സെക്ഷനും ഉണ്ടായി. പിന്നെ ഫുഡ് കോർട്ടും ഉണ്ടായി. പക്ഷേ ഞങ്ങൾ വൈകിയ അപ്പോൾ തന്നെ ഒരുവിധം 9-9:30 നേരമായി. പാനിപ്പൂരി ആ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ എവിടെ ചെന്നാലും പാനിപ്പൂരിയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാറുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണത്. പക്ഷെ അവിടെ ഒരു റേഞ്ചിൻ്റെ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. എപ്പോഴും GPay വർക്ക് ചെയ്യാറില്ല. അതുകൊണ്ട് ഈ വകയിലൊക്കെ ക്യാഷ് കയ്യിൽ കരുതുന്നത് തന്നെയായിരിക്കും നല്ലത്. അവരച്ഛനും മക്കളും ഐസ്ക്രീം വാങ്ങി, ഞാൻ വാങ്ങിയില്ല. എനിക്ക് ഐസ്ക്രീമിനോടൊന്നും വലിയ താല്പര്യമില്ല. എനിക്ക് പാനിപ്പൂരിനോടാണ് താല്പര്യം. പാനിപ്പൂരിയൊക്കെ കഴിച്ചു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പല സ്ഥലത്തും ഡിഫറെൻറ്റ് ടേസ്റ്റുകളാണ് ഉണ്ടാവാറ്. അതുകൊണ്ട് എവിടെ ചെല്ലുമ്പോഴും ഞങ്ങൾ വെറൈറ്റീസ് നോക്കാറുണ്ട്. അതിപ്പോൾ ചേട്ടനായാലും മോനായാലും ഭയങ്കര ഇഷ്ടമാണ്. കഴിച്ചു കഴിയുമ്പോൾ ആ പുളിയും എരിവും നല്ല രസമാണ് കേട്ടോ. ഞങ്ങളത് ശരിക്കും, അത് മാത്രം ഉണ്ടായ കാരണം ശരിക്കും അത് തന്നെ കഴിച്ചു നല്ലപോലെ.
ലാസ്റ്റ് സെക്ഷനാണ് പ്ലേ സ്റ്റേഷൻസ്. അവിടെ കുറച്ച് കളികളും ഉണ്ട്, റിങ് എറിയണത്, അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് കാശ് കൊടുക്കണം കേട്ടോ. 7 റിങ്ങിന് 50 രൂപ, ആ റേഞ്ചിലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ റിങ് മാത്രമല്ല, ബോൾ കൊണ്ട് ഗ്ലാസ് മറിച്ചിടുന്നത്, അതുപോലെ ഗൺ ഷൂട്ടിങ്, അതൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെല്ലാനും 50 രൂപ വെച്ച് തന്നെയാണ്. ടുട്ടുവിന് എല്ലാ ലൈറ്റ്സും എല്ലാം കണ്ടിട്ട് ഭയങ്കര ഒരു അത്ഭുതം തന്നെയായിരുന്നു എല്ലാവരും. റൈഡ്സിലൊന്നും ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ ക്ലോസിങ് ടൈം ആയിരുന്നു. ഇതിനെല്ലാത്തിനും സെപ്പറേറ്റ് ചാർജസ് കൊടുക്കണം. ടുട്ടുമോനെയും കൂട്ടി ഞങ്ങളും ഒരു റൈഡിലിരുന്നു, ഒരു ട്രെയിനിൽ. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാനും മോനും ടുട്ടുവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ലാവിഷായിട്ട് ഞങ്ങൾ രാജാവായിട്ട് ഒറ്റയ്ക്കിരുന്നു. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഒരു 2-3 റൗണ്ട് അവർ കൂടുതൽ തന്നു എന്ന് തോന്നുന്നു ഞങ്ങൾക്ക് വേണ്ടി. ഞങ്ങൾ ഇരുന്നിട്ട് ഞങ്ങൾ അവസാനം ആ ചേച്ചിനെ നോക്കിക്കൊണ്ടിരിക്കുക, ചേച്ചി എന്താണ് നിർത്താത്തത്. അവസാനം ഞങ്ങൾക്ക് ബോറടിച്ചു പോയി. പക്ഷേ ചെറുത് നല്ലപോലെ എൻജോയ് ചെയ്തു. അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു റൈഡിലൊക്കെ ഇരിക്കണം. ഞാൻ വിചാരിച്ചൊന്ന് പേടിക്കോ എന്നൊക്കെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ആൾ നല്ലപോലെ എൻജോയ് ചെയ്തു. ഹസ്ബൻഡായിരുന്നു വീഡിയോ പിടിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും ചേട്ടനെ കാണുമ്പോഴേക്കും അവൻ വലിയ ഹാപ്പിയൊക്കെ ആയിട്ട് ടാറ്റയൊക്കെ കൊടുത്തൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ അവനെ മെറി ഗോ റൗണ്ടിലും കൂടി ഒന്ന് കയറ്റി. കാറിൽ കയറിയിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. അടുത്ത് ഭയങ്കര കാര്യമായിട്ടൊന്നും നമ്മൾ തള്ളിയാൽ മതി തോന്നുന്നു, അത്രയും ഒരു ഇതുള്ളൂ. വലിയ സ്പീഡായിട്ടൊന്നും പോണതോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഇഷ്ടമായി. ആൾക്ക് ഒറ്റയ്ക്കുമാണല്ലോ ഇരിക്കണത്. അപ്പോൾ പിന്നെ നല്ലപോലെ ലൈറ്റിൻ്റെ ഒക്കെ ഇടയിലൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഹാപ്പി ആയിരുന്നു. അവൻ്റെ ലോകത്ത് അവിടെ ഇരുന്ന് നല്ലപോലെ എൻജോയ് തന്നെ ചെയ്തു. ചേട്ടൻ്റെ കൂടെയും ഇരുന്ന് അവൻ കുറേ നേരമൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തു. ഇത് അവൻ്റെ കൂടെ തന്നെ നടക്കുമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല എപ്പോഴായിരിക്കും എടുത്ത് ചാടണമെന്ന്. ലാസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങാനുണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് എടുക്കാൻ പോയപ്പോൾ കൈയൊക്കെ തട്ടി മാറ്റുമായിരുന്നു ആൾ. എന്നിട്ടും കുറച്ച് നേരം കൂടെ ഇരുത്തിയിട്ട് ഞങ്ങൾ പതുക്കെ ഞങ്ങൾ പോകാൻ തുടങ്ങി. പക്ഷെ പോവാറായപ്പോഴേക്കും ആൾ ഇടിയും നൊലോളിയായി. ആൾക്ക് അതിൽ കയറണം എന്നുള്ള വാശിയായിരുന്നു. ഏതെങ്കിലും ഒരു റൈഡിൻ്റെ ഇവിടെ കൊണ്ടുപോയാൽ അവസാനം ഇതായിരിക്കുമുള്ള സ്ഥിതി. എവിടെയെങ്കിലും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ആൾക്കത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആൾ അവസാനം ഇതായിരിക്കും സിറ്റുവേഷൻ. കരഞ്ഞ് പൊളിച്ച്, അല്ലെങ്കിൽ അവൻ വേഗം ഓടിപ്പോണതാണ്. പക്ഷേ ഇത് അവന് നല്ല ഇഷ്ടമായി. എന്നാലും ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഫുള്ള് അവസാനം ഞങ്ങളും 1-2 ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഫുള്ള് ക്ലോസ് ആക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പതുക്കനെ എല്ലാം എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ പോയി. ഇനി ഒരു ദിവസം കൂടെ ഉള്ളൂ, ഞായറാഴ്ചയും കൂടെ ഉള്ളൂ. പോകാൻ പറ്റുന്നവരൊക്കെ പോവാം. നല്ല കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. എക്സ്പ്ലോർ ചെയ്യാൻ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, കാണാനുണ്ട്, സ്റ്റോളുകളുണ്ട്. ആനിമൽസും എക്സോട്ടിക് ആനിമൽസും സൂവും. ഏറ്റവും അതിൻ്റെ രസം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമാവുക ഡിസ്നി ലാൻഡാണ്. അതെല്ലാം കണ്ട് നല്ലപോലെ എൻജോയ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്